ഇത് സ്വർഗീയ സന്തോഷമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാട്ടലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർച്ചലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആമേൻ. മുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ, എൻ പാപങ്ങളെ മുറ്റം കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുവേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. വീണ്ടും വന്നിടുവേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാ. ആനന്ദമേ പരമാ ഹോരിബലഹന്തന ദിനരാജൂടാദീവ ശബ്ദന. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാച്ചലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. പാച്ചലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആമേൻ. അവൻ വരുന്ന നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ. അവൻ മാറും ആ സമൂഹമതിൽ അന്നു കർത്തനുമാ അത്തുഘോഷിക്കും സന്തോഷത്താ. സമൂഹമതിൽ അന്നു കർത്തനുമാ അത്തുഘോഷിക്കും സന്തോഷം. ഓ ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഓ ദീപല ഹന്തന ചൂടാ ദീപ ശബ്ദന ദീപല ബലവ ഹന്തന ദിഗദ ചൂടാമാ. ചൂടാരി ബലഹസ്താന അന്താരി ഗാദാന ചൂടാരി വന. ആമേനാട്ടലത്തിൽ സൃഷ്ടികാർത്തനാവൻ എന്റെ ഉള്ളത്തിൽ. ഓ വിമാന ചൂടാരി ബലഹന്ദന ദീപലഹസ്താരി ഗദാന ചൂടാരി വശന്ദാരി ഗാദാനാദ. ആമേങ്കോരമാനദ ചൂടാരി ബലഹസ്താന അതരം ദാന ചൂടാരി വശന്ദന. വിവാദഗദ ചൂടാമ ദീപലഹന്ദന ദിഗദാന ദീവശന്ദാരി ഗാദാന ചൂടാമ. ഓ ദീവശന്ദാരി ഗാദ ചൂടാരി ബലഹസ്താന അന്താരി ബാരഗദാന ചൂടാമ. ആമേൻ. ദീപഹന്ദാരി ഗദാന ചൂടാരി ബല ബല ബലമ ദീവശന്ദാരി ഗാ ചൂടാമാന. ആമേൻ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ചന്ദ്രമണ ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആമേൻ. ഈ പാർത്തലത്തിൽ സൃഷ്ടികാർ ഓ വിബല ഹന്തര നിഗദ ചൂട സ്തന നിഗദ നീവശന്ദ വിമാന ഹന്തര നിഗദ ചൂട നീവ സ്തന നിഗദ നീവല ബല ബല ബൗഷന്ദാന നീവാന ചൂടാരി ബാരിഖാദാരി ബല ഹന്തര നിഗദാന ചൂടാരി ബശന്ദാരി ഖാദാനാദ ചൂടാരി ബല ഹസ്താന അതരഗദാന നീവലവ ഹന്ദാരി ഗദ ചൂടാരി ബശന്ദാന മേഘോരമാന ഹസ്താന ചൂടാരി ബല ഹന്ദാന അതരം ദാനാരി ബശന്ദാരി ഖാദ. ആമേൻ. ചൂടാരി ബഹസ്താന അതരഗദാന ചൂടാമ നീവശന്ദാരി ഗദ ചൂടാമാനാദ. ആമേൻ. ഗൗരമാനാരി ഖാദ അതരം ദാന ചൂടാമ നീവശന്ദാരി ഗദ ചൂടാരഗദാന. ഓഹോ നീവശന്ദാന നീഖാദാന ചൂടാമ അതരം ദാനാരി ബശന്ദാരി ഖാദ. നാമേ ഗൗരി നീവാഹസ്താരി ഗദ ചൂടാദ മേഘോരമാദാരിഖാദ അതരം ദാനാരിബാന അംദാരി വശന്ദാരി ഖാദാനാദ. മേ ചൂടാരി ബാരഗദാന ശ്രീബല ബല ബല ഹസ്താന അതരം ദാനാരി വശന്ദാരി ഖാദ. ആമേൻ. ഗൗരമാനധാനദ ചൂടാരി ഖാദാനാദ ശ്രീവശന്ദാരി ഗദ ചൂടാമാനബ. ആനന്ദമേ പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ.
ചൂടാ ദീപല ഹന്താന അതരം ദാന ദീപ സ്വന്ത ദീഘാന അമ്മേ ചൂടാ ദീപാരാഘാന അതരം ദാന ദീപാന ഹസ്ത ദീപ സ്വന്ത ദീഘാനാഥ ആമേ ചൂടാ ദീപാരാധാന അതരം ദാന ദീപ ഹസ്ത ദീഘാന ചൂടാ മാനവ ആമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ സന്തോഷമേ നീ പാച്ചലത്തിൽ സൃഷ്ടികാച്ചനാം എന്റെ ഉള്ളത്തിൽ വാമതിന ആമേ നീ പാച്ചലത്തിൽ സൃഷ്ടികാർത്തനാം എന്റെ വാമതിന ആമേ നീ പാച്ചലത്തിൽ സൃഷ്ടികാച്ചനാവേ ചൂടാ ദീപല ഹസ്തനദിഗതന ദീപല ബലബല വൃക്ഷം അന്താദിഗതൻ ചൂടാ ദീപ അതരം നാനാ ദീപ ശംധാദീപാന ആമേ ചൂടാ ദീപാനാഘാത അതരം നാനാ ദീപാന ചൂടാ ദീപാന ഓ ദീപാന ശംധാദീഘാത ചൂടാ ദീപലവ അതരം നാനാ ദീപ ശംധാദീപാന ആമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദം പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ അമേ നീ പാഠശാലത്തിൽ സൃഷ്ടികാർത്തനാമേ എന്റെ ഉള്ളത്തിൽ സന്നിധനം ചൂടാതാ ദീപാരകതാ ദീപ ശംധാദീകാത അതരന്താ ദീപാന ചൂടാദികതാ ദീപലമാ അസ്താദികതാ ദീപ ശംധാദീകാത ശ്രീമാന ശംധാദീകാത ചൂടാദീപ അതരന്ധന ദിഗതാ ദീപല ബല ബല ഹസ്തരദിഗതാരി ദീപാരഘാതാന അതരന്താന ചൂടാമ ദീപ ശംധാദീകാതാന ചൂടാമ ശ്രീമാന ഹസ്തരദിഗതാ ദീപ ഹന്താദിഗത ഓ ശ്രീമാ ബാബ ശംധാദിഗത ചൂടബല ബല ഹസ്തരദിഗതാ ദീപ ദരദിഗതൻ ചൂട അതരന്തന ദിഗതൻ ദീപലാഭ ഹല്ലേലൂയ ലോരമാന ശംധാദിഗത ചൂടാമ ദീപല ഹസ്തരദിഗതൻ ദീപലഹന്തര അതരന്തന ദിഗതൻ ദീപാരഗത ചൂടബല ബല ബല ശംധാദിഗന ഹല്ലേലൂയ ലോരി ശ്രീഖാദ ദീപല ഹസ്തരദിഗതൻ ചൂട അതരന്തന ദിഗതൻ ദീപല ബല ബല ശംധാന ചൂടാദ ദീപ അതരന്തന ദിഗതൻ ദീപാരഗത ഹല്ലേലൂയ ഓ ദീപാല ശംധാദിഗ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവകരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം നമ്മെ തന്നെ താഴ്ച ഏൽപ്പിക്കാം हम अपने आप को समर्पण करेंगे आमीन हालेलुया आमीन हालेलुया हर एक दिन में परमेश्वर के सम्मुख में बैठते समय अपने आप को समर्पण करें अन्य भाषाओं में आराधना करने के लिए अपने आप को पूरी तरह समर्पण करें आमीन हम सभी लोग प्रार्थना करते समय हमें समय वचन से आमीन हम पढ़ेंगे वचन पढ़ेंगे सभी लोग हालेलुया कुछ ही लोग हैं लेकिन फिर भी നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ വചനം വായിച്ച് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം 12ാം വാക്യം 12ാം വാക്യം ब्रायन पुस्तक इस कारण जब कि गवाहियों का ऐसा बड़ा बादल हमको घेरे हुए हैं तो आओ हर एक रोकने वाली वस्तु और उलझाने वाले पापों को दूर करके वे दौड़ जिसमें हमें दौड़ना है धीरज से दौड़े और विश्वास के करता और सिद्ध करने वाला यीशु की ओर ताकते रहे जिसने उस आनंद के लिए जो उसके आगे धरा था लज्जा की कुछ चिंता न करके क्रूस का दुख सहे और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा। इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस ना छोड़ दो। तुमने पाप से लड़ते हुए उसे ऐसी मुठभेड़ नहीं की तुम्हारा लहू बहा हो और तुम उस उपदेश को जो तुमको पुत्र के समान दिया जाता है भूल गया हो। हे मेरा पुत्र प्रभु की ताड़ना को हल्की मत जान। 5 पढ़ो 5 पढ़ 5 മകനെ കർത്താവിനെ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കവലടയന്മാരത്രേ. 9. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവ് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും താൽക്കാലികം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിന്റെ മേൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കൊഴിഞ്ഞ മുഴങ്കാലം നിവർത്തുകയും മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലേണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സിയോൻ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കൽ എത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 25. അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളത് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്ത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. 13-ാം അധ്യായം. भाईचारे के प्रीति बनी रहे। अतिथि सत्कार करना ना भूलना, क्योंकि इसके द्वारा कुछ लोगों ने अनजाने में स्वर्गदूतों को आदर सत्कार किया है। कैदियों के ऐसी स्तुति ले कि मानो उसके साथ तुम भी कैद हो, और जिनके साथ बुरा बर्ताव किया जाता है उसकी भी ये समझकर स्तुति लिया करो कि हमारे ही देह है। विवाह सबके आदर के बाद समझी जाए और विवाह बिचौने निष्कलंक रहे, क्योंकि परमेश्वर व्यभिचारियों और परिश्रगामियों का न्याय करेगा। 5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതെയായിരിക്കട്ടെ.
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എത്ര ആന്റി എവിടം വരെ വായിച്ചു? 9 9 10 पढ़ना है। വായിച്ചോ? അരുൺ പാസ്റ്റർ വായിച്ചു. വിവിധവും അന്യവുമായ ഉപദേശങ്ങളിൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഘോഷ നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപ പരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന മൃഗങ്ങളുടെ ഉദൽപാദനത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ആകയാൽ നാം അവന്റെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തിന് ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല. 18 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകലത്തിനും നല്ലവനായി നടപ്പാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്നും ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കും വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നു മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരന്മാരെ, ഈ പ്രബോധനവും പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ എന്ന് എഴുതിയിരിക്കുന്നത്. സഹോദരനായ തിമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്നറിയുവിൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവരുമായി നിങ്ങളെ വന്നു കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്ക് വന്ദനം ചൊല്ലുവിൻ. ഇതൽക്കേർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് യാക്കോബിന്റെ പുസ്തകം വായിക്കാത്തവരൊന്ന് വായിക്കണം. हमें जो पढ़ा नहीं है, याकूब का पुस्तक पहला अध्याय पढ़ेंगे. 2 करके पढ़ी. परमेश्वर के और प्रभु यीशु मसीह के दास याकूब की ओर से उन 12 गोत्रों को जो तितर बितर होकर रहते हैं नमस्कार पहुँचे। हे मेरे भाइयों, जब तुम नाना प्रकार की परीक्षाओं में पड़ो तो इसको पूरे आनंद की बात समझो। याकूब पढ़िए याकूब का पुस्तक ये जानकर कि तुम्हारे विश्वास के परखे जाने से धीरज उत्पन्न होता है, पर धीरज को अपना पूरा काम करने दो कि तुम पूरे और सिद्ध हो जाओ और तुम में किसी बात की घटी न हो रहे। 4 तक पढ़ा. 4 तक 5 पढ़ना है. 5 पढ़ना है. पढ़ लिए. 4 तक पढ़ा है. 4 तक. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ
ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. याकूब की पुस्तक पहला अध्याय का 7वां से पढ़ना है। प्रेमवती आंटी आपको पढ़ना है? हाँ पढ़िए। ऐसा मनुष्य यह ना समझे कि मुझे प्रभु से कुछ मिलेगा। वह व्यक्ति दुश्चित्ता है और अपनी सारी बातों में चंचल है। 9 से पढ़ना है ना? और कोई पढ़ना है? स्वाति? अच्छा जी, सॉरी मैं लेट एंटर कोई की। बात नहीं, कोई बात, पढ़ लिए। Believers in humble circumstances ought to take pride in their high position, but the rich should take pride in their humiliation, since they will pass away like a wild flower. और कोई पढ़ने वाला? सजी आंटी भाई क्या? ഏതാ ഇത്? हाँ ഈ വായിച്ചോ. യാക്കോബ് 1:1 12-13 നമ്മൾ 12 വായിച്ചില്ലായിരുന്നല്ലോ. 12-13 വായിക്കും. എത്രാമത്തെ വാക്യം? 12-13. ഒന്നിന്റെ യാക്കൂബിന്റെ പുസ്തകം 1:12-13. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നതിനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. 12-13 അല്ലേ വായിച്ചേ? ആ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. 16. Don't be deceived, my dear brothers and sisters. Every good and a perfect gift is from above, coming down from the Father of the heavenly lights, who does not change like a shifting shadows. 18 വായിക്കാം. വായിച്ചോ? എല്ലാവർക്കും വായിക്കാനുണ്ട്. നാം അവന്റെ ദൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. 20. മനുഷ്യന്റെ കോപം മനുഷ്യക്ക് ക്രോധ ദൈവത്തിന്റെ പ്രവർത്തിക്കുന്നില്ല. വായിക്കാം ജിഷ. മനുഷ്യന്റെ കോപം ഈ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാം അഴകും ദുഷ്ടതയുടെ അധികവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോട് കൈക്കൊള്ളുവിൻ. 22. വായിക്കാം. നിർമ്മലാൻറ്റി വായിച്ചോ? परंतु वचन पर चलने वाला बनो और केवल सुनने वाला ही नहीं, जो अपने आप को धोखा देते हैं। क्योंकि जो कोई वचन का सुनने वाला हो और उस पर चलने वाला ना हो, तो वो उस मनुष्य के समान हो जो अपने स्वाभाविक मुंह दर्पण में देखता है. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. 25. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും. ഏതാണ്ടി വായിക്കണ്ടേ? 26 26.
വായിക്കാം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വചനം വായിക്കാൻ ദൈവം കൃപ തന്നു. ഹെബ്രായരുടെ പുസ്തകം വായിച്ചു തീർത്തു. യാക്കോബിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ ദൈവം തന്നതിനായ സ്തോത്രം. ദേഷ്യമുള്ളവരൊക്കെ ഈ വചനം ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ലൊരു നമുക്കൊരു किसी भी गुस्से की संभावना होने वाले लोगों को याकूब का पुस्तक और एक बार पढ़ने से बहुत अच्छा होगा. जल्दी जल्दी उत्तर ना देते हुए सोच समझ कर उत्तर देना बहुत अच्छा होगा कि मैं इस वचन के द्वारा मेरी भी जिंदगी में इस वचन काम करेंगे करके मैं विश्वास करती हूँ. हम सभी लोग प्रार्थना करेंगे इस वचन को हाथ रखे. परमेश्वर जो दिया हुआ वचन हमने पढ़ने हमें ज्ञान और बुद्धि दिया, इसलिए धन्यवाद करते हैं प्रभु जी. इस वचन के अनुसार हमें चलने के लिए हर एक दिन हर एक समय में परमेश्वर की कृपा हमारे पारिवारिक जीवन में, हमारे आत्मिक जीवन में, हमारे हर एक चाल चलन में परमेश्वर की कृपा सदा हमारे साथ रहे. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അടുത്ത സെക്ഷനിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കാം. आप सभी लोग अपने अपने वीडियोस ऑन करें. പറ്റുന്നവരൊക്കെയും വീഡിയോസ് ഓൺ ആക്കുക. നമുക്ക് വേഗം പ്രാർത്ഥിക്കാം. യെസ്, നമ്മളെല്ലാവരും വീഡിയോസ് ഓൺ ആക്കി തമ്മിൽ കണ്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ. നമ്മുടെ വീഡിയോസ് ഓൺ ആക്കാൻ പറ്റുന്നവരെല്ലാം ഓൺ ആക്കാൻ ശ്രമിക്കുക. ദൈവകരത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. प्रेमवती आंटी, निर्मला आंटी के लिए प्रार्थना करेंगे. निर्मला आंटी प्रेमवती आंटी के लिए प्रार्थना करेंगे. ലീലാ ആന്റി ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞതാ ആണോ? ഓക്കെ. കഴിഞ്ഞവരാണെങ്കിൽ മാറിയണക്കണം. റോസമ്മ തപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജിഷ, റോസമ്മ ആന്റി ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. ചാർലി സിസ്റ്റർ, സ്വാതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ വന്നിട്ടില്ല. സ്വാതി, ചാർലി സിസ്റ്റർ, ഷെറൻ ആന്റി, അരുൺ പാസ്റ്റർ. ഓക്കെ. ജെസ്സി, ടോംസി ആന്റി മമ്മിക്ക് വേണ്ടി. റേണു സാജൻ ആന്റി, करुणा के वेंडी. मैं गुड़िया आंटी के लिए प्रार्थना करूंगी. मैं गुड़िया आंटी और ब्यूला सिस्टर के लिए प्रार्थना करूँ. ब्यूला सिस्टर ആന്റി ഉണ്ടോ? ആന്റി കിട്ടിയില്ലേ? ബാക്കി എല്ലാവരും കിട്ടിയോ? ലീലാമ്മ ആന്റിയെ കിട്ടിയോ? ഓക്കെ. ഞാനും ലീലാമ്മ ആന്റിയും സജി ആന്റിയും റേനു ആന്റിക്ക് കിട്ടിയോ? റേനു സാജന് കിട്ടിയോ? ആരാ റേനു സാജന്? रेणु साजन के लिए कौन प्रार्थना कर रहा है? अन्न. बस सजी आंटी പ്രാർത്ഥിക്കുന്നതായിരിക്കും. റേനു സാജൻ. ഓക്കെ. ജെസ്സി സിസ്റ്റർ ബ്യൂലാസ് ക്രിസ്റ്റിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അല്ല, किरण सिस्टर ब्यूला सिस्टर के लिए, जैसे सिस्टर गुडी आंटी के लिए प्रार्थना. ഓ, കരുണ ഉണ്ടോ? റേനു ആന്റി. ഓക്കെ. റേനു ആന്റി കരുണയ്ക്കും സജി ആന്റിക്കും കൂടി പ്രാർത്ഥിച്ചു. ഓക്കെ. സജി ആന്റി കരുണയ്ക്കും റേനു ആന്റിക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും കിട്ടിയല്ലോ? സബിക്കോ മിലാന കൈ ഒന്ന്. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആരെയും സിസ്റ്റർ പറഞ്ഞു. ഒന്ന് മമ്മീനെ പറഞ്ഞു, രാജമ്മ എന്ന് പറഞ്ഞു. പിന്നെ ആരെയെന്ന് പറഞ്ഞു? വേറെ ഇല്ല. അതല്ല ഇല്ല. എന്നാ ബിന്ദു സിസ്റ്റർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. റേനു ആന്റി സജി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ब्यूला सिस्टर अല്ല गुडी 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 आंटी. किरण सिस्टर ब्यूला सिस्टर बोला है ना? सो एवरीवन इज फाइन. നമുക്ക് പ്രാർത്ഥിക്കാം. സമയങ്ങളില്ല. രാവിലെ ചർച്ചിൽ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന്. ആമേൻ. हम प्रार्थना करेंगे. എല്ലാവരും പ്രാർത്ഥിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
Glora bala bala boshamdana rigaragam.
यीशु क्रिस्तु नाम से आमीन। Praise the Lord। बोलने के लिए एक कंफ्यूजन, मेरे लिए कौन प्रेयर कर रहा है? എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത്? आपने किसी को नहीं दिए। ലീലാമ്മന്റെ അത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, അതുകൊണ്ട് ഞാനും ആരാന്ന് എനിക്ക് പേര് ഒരു രക്ഷയും മറന്നുപോയി। लीलामन टीम मेरे लिए वो एक डाउट में था। ആരെങ്കിലും പ്രാർത്ഥിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, സമയങ്ങൾ കളയാതെ വേണം പെട്ടെന്ന് പറയാം। मुझे दीदी से के लिए जो दुआ किया था, प्रभु ने ये दिखाया था कि आपने कोई ऐसा भूल चूक हुआ है आपसे, वो प्रभु के सम्मुख में अपने आप को माफी मांगना है। आपको कोई ऐसा पाप है जो आपने प्रभु के सम्मुख में माफी नहीं मांगा है, उसके लिए माफी मांग के अपने आप को पवित्र करने के लिए पवित्र आत्मा बताया। कोई ऐसा पाप, कोई अपना भूल चूक जो भी हुआ हो, कोई किसी से बात करने से या कोई कुछ भी हो, प्रभु ने एक दो वचन दिया है मेरे को आपके लिए। एक तो यूहन्ना का पहले पत्रिका पहला अध्याय का 9वां आयत। यदि हम अपने पापों को मान ले तो हमारे पापों को क्षमा करने और हमें सब अधर्म से शुद्ध करने का विश्वास योग्य और धर्मी है। यदि हम कहे कि हमने पाप नहीं किया है तो उसे झूठा ठहराता है और उसका वजन हम में नहीं है। यूहन्ना का पहला पत्री उसका 9वां और 10वां आयत, और दूसरा इब्रानियों के पत्री 12 का 14 अध्याय। सबसे मेल मिलाप रखो और उस पवित्रता के खोजी हो जिसके बिना कोई प्रभु को कदापि ना देख सकेंगे। ये 2 आयत दिया प्रभु ने। प्रेज़ द लॉर्ड। टाइम नहीं निकाली, जल्दी जल्दी बोलिए। Praise the Lord. Praise the Lord. ഞാൻ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ കണ്ടത്, ഒരു എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുന്ന് ഭാരം ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. നമ്മൾ ഈ ഭാരം താങ്ങി, നമുക്ക് എടുക്കാൻ പറ്റാത്തത്തോളം ഇങ്ങനെ താങ്ങി നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഭാരം ഇറക്കി വെക്കാൻ ദൈവം ഒരു ഇടം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് ദൈവാത്മാവ് ഇടപെട്ടത്, വിളക്ക് കത്തിച്ചിട്ട് പറയൻ കീഴല്ല വെക്കേണ്ടത്. അത് തണ്ടിന്മേൽ വെക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് പ്രകാശം കിട്ടുകയുള്ളൂ. പറയൻ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ വിളക്ക് അത് എരിഞ്ഞു പോവുകയും ചെയ്യും, അതിന് എണ്ണയെല്ലാം തീരുകയും ചെയ്യും. പക്ഷെങ്കിൽ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ അത് തണ്ടിന്മേൽ വെച്ച് കഴിയുമ്പോൾ ആ എരിയുന്ന അതേ എണ്ണ അത് എരിയുകയും ചെയ്യും, മറ്റുള്ളവർക്കും അത് വലിയ പ്രകാശമായി തീരുകയും ചെയ്യും. ഈ രണ്ട് കാര്യം എനിക്ക് ദൈവം അറിയിച്ചത്. प्रेज द लॉर्ड। मेरी आवाज आ रही क्लियर? प्रेज लॉर्ड। जब मैं ब्रिजिट मेडुला क्लिस्टरेंटी के लिए प्रेयर कर रही थी तो उस टाइम में परमेश्वर ने ऐसे बताया कि परमेश्वर में बने रहने के लिए परमेश्वर ने एक बात बोला कि परमेश्वर में बने रहने मतलब उसमें एक जड़ पकड़ने के लिए परमेश्वर ने ऐसे बताया कि प्रभु में बने रहो, और उसमें जड़ पकड़ने के लिए जड़ में विश्वास में और स्थिरता के साथ बढ़ने के लिए प्रभु ने बताया। और 15 यूहन्ना 15 का 4 में से लेकर, तुम मुझ में बने रहो और मैं तुम में, जैसे डाली यदि दाखलता में बनी ना रहे तो अपने आप में नहीं फल सकती,
वैसे ही तुम भी यदि मुझ में बने ना रहो तो नहीं फल सकता। मतलब परमेश्वर के साथ हमें बने रहने के लिए परमेश्वर ने बताया कि कुछ भी परिस्थिति हो पर परमेश्वर के साथ हमें बने रहना है और उसमें फल लाना है, क्योंकि जब परमेश्वर के साथ हम बनेंगे उसी टाइम में परमेश्वर हमारे जीवन में एक फल लगाएगा और एक फल हमारे जीवन में आएगा। और जो परमेश्वर के साथ बने रहेंगे, क्योंकि परमेश्वर ने बताया कि वो जैसे दाखलता जैसे परमेश्वर के साथ बने रहेंगे तो हमारे अंदर जो दाखलता है या हमारे अंदर फ्रूट्स है, परमेश्वर उन बातों को बढ़ाएंगे। और परमेश्वर ने एक ही बात बोला कि उसमें विश्वास में और जड़ पकड़ने के लिए, और परमेश्वर ने बताया, क्योंकि एक जगह में ऐसे लिखा है कि तुम जड़ पकड़ते रहो, ऐसे लिखा है करके। तो वो वचन भी मेरे को रेफरेंस मुझे याद नहीं है, ऐसे पता है परमेश्वर कि परमेश्वर में और मजबूती से जड़ पकड़ने के लिए, मतलब विश्वास में और दृढ़ होने के लिए वचन पढ़ना है और उसमें आगे बढ़ने के लिए परमेश्वर ने बताया कि परमेश्वर में बने रहना, इतना बताया परमेश्वर। Praise the Lord. ഞാൻ റോസമ്മ താപ്പ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇരമ്യാവ് 10:5 ആണ് കാണിക്കുന്നത്. അവ വെള്ളരിത്തോട്ടത്തിലെ തൂണുപോലെയാകുന്നു, അവ സംസാരിക്കുന്നില്ല, അവയ്ക്ക് നടപ്പാൻ വയ്ക്കാത്തതുകൊണ്ട് അവയെ ചുമന്നു കൊണ്ടുപോകണം, അവരെ ഭയപ്പെടരുത്. ഒരു ദോഷം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല, ഗുണം ചെയ്യുവാൻ അവയ്ക്ക് പ്രാപ്തിയുമില്ല. അതായത് യഹോവയിൽ ആശ്രയിക്കാൻ നമ്മുടെ ചുറ്റുപാടുള്ള ഇരുട്ടിൽ നിന്ന് വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തിയെ അതിനെ കണ്ട് ഭയപ്പെടേണ്ട എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഇപ്പോൾ ഇന്ന് മനസ്സിലായത്. പിന്നെ ഒരു പരിചയം കാണിച്ചു. പരിചയം നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഇത് അത് അണിയുന്ന ഒരു അനുഭവമാണ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം കാണിച്ചത്. മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ദൈവം എനിക്ക് തന്ന വചനം ഇതാ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ വചനമാണ് ദൈവം എനിക്ക് തന്നത്. അതുപോലെ ദൈവം പിന്നെ രണ്ടാമത് ദൈവം എന്നെ കാണിച്ച ദർശനം എങ്ങനെയാണ്, വയ്യാതിരിക്കുമ്പം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒത്തിരി എനിക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ നിവൃത്തിയാവോ എന്ന്, ഇതൊക്കെ എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് ആർക്കറിയാന്ന് അങ്ങനെ ചിന്തിക്കുന്നതായിട്ട്. പിന്നെ മൂന്നാമത് ദൈവം പറഞ്ഞത്, മനസ്സിൽ ഹൃദയത്തിനകത്തൊരു മിനിസ്ട്രിയെ കുറിച്ചിട്ടൊരു ദർശനവും വെളിപ്പാടും കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് എന്നോട് ഇങ്ങനെയാ പറഞ്ഞ, കർത്താവ് ദേവദാസിനോട് ഇങ്ങനെ പറഞ്ഞതുപോലെ കനലടകൾ കൊടുത്ത് പറഞ്ഞതുപോലെ തിന്ന് എന്താ പറയാ, ധൈര്യത്തോടെ ഇരിക്കുക, തിന്ന് തൃപ്തനാകുക, നിനക്ക് മുൻപോട്ടൊരു യാത്രയുണ്ട്. ആ വചനമാണ്, ആ ഭാഗമാണ് ദൈവം എന്നെ കാണിച്ചത്. और गुड्डी आंटी के लिए जब प्रार्थना किया तो प्रभु ने मेरे को जो प्रेरितों के काम, उसमें 27 में जो पौलोस का सफर है, उसी बात को मेरे को दिखाया. उधर पौलोस ये ऐसे बोल रहे, परंतु अब मैं तुम्हें समझाता होगी, डांटस बांधो, क्योंकि तुम में से किसी का प्राण का हानि ना होगी, पर केवल जहाज की, क्योंकि परमेश्वर जिसका मैं हूँ और जिसका सेवा करता हूँ, उसके स्वर्गदूत ने आज रात मेरे पास आकर कहा, हे पौलुस मत डर, तुम कैसर के सामने खड़ा होना आवश्यक है। देख, परमेश्वर सबको जो तेरे साथ यात्रा करते हैं तुझे दिया है। इसलिए हे सज्जनों, ढांढस बांधो, क्योंकि मैं परमेश्वर का विश्वास करता हूँ कि जैसे मुझसे कहा गया वैसा ही होगा, परंतु हमें किसी टापू पर जा टिकाना होगा. प्रभु ने ये वचन मेरा पास दिया था आपके लिए जब प्रार्थना करने का समय में, जो आपका है उनको परमेश्वर आपका हाथ में दिया है, उनका जीवन का कोई हानि ना होगी, लेकिन कुछ बातें जीवन में ऐसे आएगा. उधर लास्ट वचन में लिखा है, परंतु हमें किसी टापू पर जा टिकाना होगा. कुछ बातें आपके जीवन में ऐसे आएगा, आपको लगेगा ये सारा नष्ट होने वाला है, नहीं तो हम सारा नष्ट होने वाला है, लेकिन परमेश्वर ने ये वायदा किया, जो मैं जिस परमेश्वर का हूँ, उधर पौलुस ये बोल रहे क्योंकि परमेश्वर जिसका मैं हूँ
और जिसकी मैं सेवा करता हूँ। आपने जिस परमेश्वर का सेवा कर रहे, जिस परमेश्वर का आप है, उन्होंने आपका उसी नैया का सारे लोगों को आपका हाथों में दिया है। उसी जगह जो आपका परिवार का सब लोगों को आपका हाथ में दिया है। लेकिन कुछ समस्या ऐसा आएगा, लगेगा सब कुछ टूटने वाला है, तितर-बितर होने वाला है, नाश होने वाला है। लेकिन परमेश्वर ने बोला किसी का प्राण का कोई हानि नहीं होगी। लेकिन प्रार्थना करना इस विषय को देख लेके प्रभु का वो वायदा आपके जीवन में पूरा होने के लिए। सबको प्रेज द लॉर्ड। सबको प्रेज द लॉर्ड। मेरी आवाज आ रही है आप? ओके, प्रेज द लॉर्ड। प्रभु का धन्यवाद करता हूँ कि प्रभु ने मुझे भी एक दर्शन दिखाया और मैंने सैली सुरली सिस्टर को देखा था। मैंने देखा कि वो एक पुलपिट के ऊपर आराधना कर रहे हैं और आराधना कर रहे हैं, पीछे जो है रेड रंग का एक पर्दा देखा है और वो आराधना कर रहे हैं। उनकी आराधना में वो शक्ति और सामर्थ्य परमेश्वर की उतर रही है। और मुझे प्रभु ने दो लोगों के विषय में बताया। एक तो एक स्त्री है जिसको 12 वर्ष से लहू बहने का एक रोग था। कई बाधाएं उसके जीवन में थी, कई तकलीफ उसके जीवन में थी। और दूसरा एक आयु। तो प्रभु से मैंने पूछा, प्रभु आप जब जो मुझे कहेंगे वही मैं बोलूंगा। तो परमेश्वर ने ऐसा मुझे बताया कि जैसे अयुब था, अयुब खरा सीधा और परमेश्वर का भय मानने वाला और बुराई से दूर रहने वाला एक व्यक्ति था। तो जो मेरी बेटी सैरी सुनील है, वो खरा सीधा, मेरा भय मानने वाला, परमेश्वर से तो बुराई से दूर रहने वाला है ना। और उसको देखकर परमेश्वर बोलता है ना, क्या तूने मेरे दास को देखा है? ऐसे परमेश्वर आपके विषय में बोलता है कि क्या तूने मेरे सैरी सुनील को देखा है? परमेश्वर यही बोलता है। क्या आपको आवाज आ रही है सही? हाँ, तो परमेश्वर ने यही बताया कि जैसे अय्यूब के विषय में वो बोलता है, क्या खरा सीधा और मेरा भय मानने वाला, बुराई से दूर रहने वाले को आपने देखा है ना। ऐसे ही परमेश्वर सर्विसफुल सिस्टर के विषय में बोलते हैं कि क्या खरा सीधा, मेरा भय मानने वाला, बुराई से दूर रहने वाला सर्विसफुल को तूने देखा है ना। जब वो आराधना करते हैं तब परमेश्वर की जो, जैसे उस स्त्री ने जो उसके मन में विश्वास था कि जिस दिन मैं यीशु मसीह के आंचल को छू लूंगी उस दिन मैं चंगाई को पा लूंगी, है ना। तो उसने उस बाधाओं को, उस बड़ी भीड़ को और अपने लज्जापन को, अपनी कमजोरी को, उसने सब चीजों से फाइट की और उसने संघर्ष किया और अपने विश्वास को दृढ़ता के साथ, मजबूती के साथ उसने थामे रही। वैसी मेरी जो बेटी सैली सुनील है, बड़ी बाधाओं को दूर करके, तकलीफों को सहकर, बदनामी को सहकर भी वो क्या करेगी? वो मेरी सेवकाई करेगी, मेरी आराधना करेगी। और जैसे उसने बाधाओं को दूर किया और उसने विश्वास के साथ यीशु के आंचल को छू लिया और यीशु मसीह की सामर्थ्य निकल आई। हालेलुया। जैसे वैसे ही मेरी बेटी जब आराधना करेगी, जब स्तुति करेगी, तो मेरी सामर्थ्य अपने आप मेरे सिंहासन से और वो उतर आएगी। हालेलुया। और उसे भर देगी, उसे भर देगी। हालेलुया। और ऐसे ही मेरी बेटी आराधना जब करेगी तो खुद ब खुद मेरी सामर्थ्य निकल आएगी। हालेलुया। ऐसे ही परमेश्वर बोलते हैं कि जो सैली मेरी बेटी जब आराधना करेगी तो मेरी सामर्थ्य मुझ में से निकल आएगी। परमेश्वर इतनी शक्ति और सामर्थ उनकी आवाज में देगा, उनकी आराधना में देगा, क्योंकि उनकी आराधना में एक खरापन है, अय्यूब के समान एक सीधापन है, परमेश्वर की एक भय है उनकी आराधना में और वो सच्चाई है। तो परमेश्वर ऐसे उनको इस्तेमाल करेंगे। और उस पुलपिट के नीचे मैंने ऐसा देखा, उसमें लिखा है अब हमारी सेवकाई का नाम न्यू होप इन क्राइस्ट इंटरनेशनल मिनिस्ट्री। जो पुलपिट है उसके से लोगो बना हुआ है। ऐसे उनको मैंने आराधना करते हुए देखा है। अभी तक मैंने ऐसे कभी उनको देखा नहीं है, सिर्फ जूम में ही देखा है। लेकिन दर्शन में मैंने ऐसे देखा कि एक पुलपिट है और उसमें एक लोगो है, उसमें न्यू होप इन क्राइस्ट इंटरनेशनल मिनिस्ट्री लिखा हुआ है और उस पुलपिट पे वो आराधना कर रहे हैं। और वो आराधना में खरापन, सीधापन, परमेश्वर का भय है ना। और उस स्त्री के समान एक दृढ़ विश्वास है। और उसकी जैसे उसने परमेश्वर के आंचल को छुआ है, ऐसी जब वो आराधना कर रहे हैं तो वो आराधना
म्यूट है। ओके सॉरी, म्यूट हो गया था। मतलब परमेश्वर जब वो आराधना करेंगे तो परमेश्वर की जो, जैसे उस स्त्री ने विश्वास के साथ प्रभु के आंचल को छुआ, वैसे ही उनकी आराधना को प्रभु बोलते हैं, जब ये मेरी आराधना करती हैं तो मेरा जो सामर्थ है मेरे अंदर से निकल कर उनके अंदर चला जाता है। वैसे ही उनकी आराधना में अय्यूब के समान एक खरा सीधा परमेश्वर का भय मानने वाला ये आराधना उनका है ना। और परमेश्वर उनसे बहुत प्यार करते हैं। और वो जो उनकी सेवकाई को मैंने बताया कि वो उनको, जो मैंने फुल पीठ में दर्शन में देखा, उस पे एक लोगो लगा हुआ है फुल पीठ गोल, उस पे लिखा है न्यू होप इन क्राइस्ट इंटरनेशनल मिनिस्ट्री। उसके पीछे वो खड़े होकर माइक लेके आराधना कर रहे हैं। अभी तक तो उनको ऐसे देखा नहीं है, अपनी शारीरिक आंखों से तो ऐसा तो कभी देखा नहीं, लेकिन आत्मा में प्रभु ने दिखाया है कि वो ऐसे आराधना कर रहे हैं। और जरूर आने वाले समय में ये बातें प्रभु भी करेगा और परमेश्वर उन्हें आशीष दे। और प्रभु उनसे बहुत प्यार करता है। प्रभु कहता है, क्या तूने मेरे सैरी सुनील को देखा है, खरा सीधा सीधा मेरा भय मानने वाला, बुराई से दूर रहने वाला देखा। प्रभु इतना घमंड करता है कि मेरे बेटी को ऐसा देखा है। प्रभु ने इतना आपको आशीष दिया है। और एक खास और एक चीज है, अय्यूब क्या करता था, अपने बच्चों के लिए बलिदान चढ़ाता था सुबह भोर को उठ के। कहीं मेरे बच्चों ने कोई गलत काम तो नहीं कर दिया, कि जाने जाने में उससे कोई बुराई तो नहीं हो गया। तो आपके लिए प्रभु का यही है कि आपको अपने बच्चों के लिए ऐसे ही विशेष प्रार्थना कर दी, जाने अनजाने में कई बच्चे कोई गलत कार्य ना कर बैठे। क्योंकि आयु इस बात पे बहुत ज्यादा सचेत रहता था। और सुबह भोर को उठ के ही वो ये काम, मतलब वो इस चीज को ध्यान करता था अपने बच्चों के विषय में। तो अपने बच्चों के लिए विशेष प्रार्थना करते रहें और प्रभु आपको आशीष देंगे। चलो, फर्नांडी को था ना। ട്രാൻസ്ലേഷൻ ചെറിയാൻ്റിയോട് അരുൺപാസിന്റെ ദിവ്യആലോചനയാണ്. ഒരു പുൾപിറ്റിൽ നിന്നുകൊണ്ട്, അതായത് ന്യൂ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ലോഗോയോട് കൂടിയിട്ടുള്ള ഒരു പുൾപിറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെറിയാൻ്റി ദൈവത്തെ അതിശക്തമായിട്ട് മയക്കി പിടിച്ച് ആരാധിക്കുന്നതാണ് കണ്ടത്. അപ്പോ ദൈവത്തിന് പല കഷ്ടങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, പ്രതികൂലങ്ങളിൽ കൂടി ഒക്കെ കടന്നു പോയി ആ പ്രതികൂലങ്ങളിൽ തന്നെ നിന്നുകൊണ്ടാണെങ്കിലും ദൈവത്തെ വളരെ ശക്തമായിട്ട് ആരാധിക്കുന്നത്. പക്ഷേ ദൈവം ഏത് പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും ദൈവത്തിന്റെ ശക്തി ശരണാലയുടെ അകത്തേക്ക് പകർന്ന് അത്യന്ത ശക്തിയിലെ ദൈവം നിലനിർത്തി കൊണ്ടുപോകും. അതുപോലെ ഇയോബിനെയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇയോബ് തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയോബ് നീതിമാനും നിഷ്കളങ്കനും വിശ്വസ്തനും ഒക്കെ ആയിരുന്നു. മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതുപോലെ മക്കൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവം വ്യക്തികളുടെ മേൽ പ്രവർത്തിക്കും. അതുപോലെ നീതിമാനെ എത്രത്തോളം നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നോ അതുപോലെ തന്നെ നമ്മുടെ ചില വിഷയങ്ങൾക്ക്, അതായത് 12 വർഷത്തെ രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വാസത്തോടുകൂടെ ചെന്ന് യേശുവിന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലും തിരക്കിലും ഒക്കെ ഇടയിലായിരുന്നെങ്കിലും വിശ്വാസത്തോടുകൂടെ കടന്നു ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചതുപോലെ നമ്മുടെ നിഷ്കളങ്കത, ആരാധന, ദൈവസന്നിധിയിലുള്ള വിശ്വസ്തത, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുക. ദൈവത്തിന്റെ ഉള്ളിൽ ദൈവം ഒരു വലിയ ശക്തി തന്റെ ദാസിയുടെ ഉള്ളിൽ പകർന്ന് ഈ പ്രതികൂലങ്ങളും നിന്ദകള്, കഷ്ടങ്ങളെല്ലാം ഒരു വശത്തുണ്ടെങ്കിൽ പോലും ദൈവം അതിൽ നിന്നെല്ലാം വിടുതൽ തന്ന് ദൈവത്തെ അത്യന്ത ശക്തിയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ആരാധിക്കാൻ തക്കണം ദൈവം കൃപ തരും എന്നുള്ളതാണ് പറഞ്ഞത്. പെട്ടെന്ന് ചാർലി സിസ്റ്റർ ആരോ വെക്കേണ്ടിയായിരുന്നു. ഞാൻ സ്വാതിക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ സ്വാതി സിസ്റ്ററിന് വേണ്ടിയിട്ട്, പക്ഷെങ്കിൽ ഞാൻ ഒന്നും കണ്ടില്ലായിരുന്നു. स्वाति आपने देखा? नहीं चेची, मैंने लेकिन जो प्रार्थना किया उनके लिए वचन जो मिला है मुझे, Proverbs 28 verses 1 and 2. The wicked flee though no one perceives, but the righteous are as bold as a lion.
When a country is rebellious, it has many rulers, but a ruler with discernment and knowledge maintains order. Proverbs 28, 1 and 2. प्रेमवती आंटी, आपने कुछ देखा? मैंने देखा कि निर्मला सिस्टर जो है वो वो ना अपने हस्बैंड को भूल नहीं पा रही। वो अपने हस्बैंड को ना बार बार याद करती हैं और उस याद करने से भी उनको कुछ कुछ प्रॉब्लम होती है, मतलब कुछ बीमार हो जाती हैं वो, और उसी कारण से ना इनको थोड़ा सा गुस्सा भी आता है जल्दी। वैसे तो देखने में नहीं लगते हैं, मतलब बात, पर मुझे ऐसे लगा प्रार्थना में कि इनको, और मेरे को जैसे ये बताती हैं कि इनके घर में और कोई विश्वास में नहीं है, जैसे इनका बेटा बहू, तो मैं ऐसे प्रार्थना कर रही थी इनके बेटे के लिए, तो मेरे को परमेश्वर ने बोला कि पहले इनकी बहू विश्वास में आएंगी, और इनके इनके पोता भी है। कितना बड़ा है? मैंने 7 तो साल, इनके 7 हाँ years। हाँ, मैंने इतना ही बड़ा इनकी बहू 7-8 साल का ही पोता मैंने बहू को और इनके बहू के साथ मतलब जाते हुए देखा है प्रार्थना में। तीनों को देखा है मैंने जाते हुए प्रार्थना में, और मैंने देखा कि एक ना पता नहीं दीवार है या कोई कोई लेडीज है, वो ना इतना इतना उसका चेहरा मुझे दिख रहा था कि पता नहीं मुझे दीवार है या गैलरी है, उसके ऊपर से ऐसे इनके घर के अंदर ना ऐसे देखती है वो, ऐसे इतना इतना ही चेहरा दिखता है उसका। तो वो देखती है या इनसे बात करती है इस तरीके से, तो वो उसका उसका वो ना सही उससे जैसे मतलब उनके उसके अंदर ना सही विचार नहीं होते इनके प्रति, मतलब जैसे जलन, अच्छा भला नहीं सोचती इनका, ऐसे ऐसे। सुनाओ। വേറെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. റേനു സിസ്റ്ററിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. നമ്മളിന്ന് വായിച്ച വാക്യം തന്നെയാണ് വീണ്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയത്. ഒന്നിന്റെ 12-13. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനൻ, കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകരം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് പറയരുത്, ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കപ്പെടുന്നില്ല. ആ വാക്യമാണ് വീണ്ടും എനിക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആ വചനമാണ് എനിക്ക് കിട്ടിയത്. ദിശയ്ക്ക് വേണ്ടിയല്ലായിരുന്നോ? അതെ, ദിശയ്ക്ക് വേണ്ടി. വേറെ ആരെങ്കിലും? കരുണ. ഞാൻ ബിന്ദു തോമസ് ആന്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കേൾക്കാമോ? പ്രാർത്ഥിച്ചപ്പോ എനിക്ക് എന്നോട് ഇടപെട്ടു. ഓക്കെ. ദൈവം എന്നോട് ഇടപെട്ടൊരു വചനം ഇതാണ്. ദാനിയേല് 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വാക്യം, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി,
എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഈ വചനമാണ് എന്നോട് ഇടപെട്ടത്. ബലപ്പെട്ടിരിക്കുക, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഇപ്പൊ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തനായിരിക്കുക അല്ലെങ്കിൽ ബലപ്പെടുക എന്നുള്ള ഒരു വചനമാണ് എന്നോട് ഇടപെട്ടത്. किरण വേണ്ടി ആരാ പ്രാർത്ഥിച്ചു? किरण के लिए कौन प्रेयर किया? किरण किसके लिए प्रेयर किया? बुडलक क्रिस्टी। और एक जन था, वही था. ഞാൻ ലീലാമന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമ്മ കാണിച്ചു ഒരു മാറ, പക്ഷെ അത് മധുരമാക്കുന്നൊരവസ്ഥ. നവമി പറയുന്നുണ്ട്, ഒരു വാക്കുണ്ട്, എന്നെ നവമി എന്ന് വിളിക്കില്ല, ഞാൻ മാറ എന്ന് വിളിക്കണം. അങ്ങനെ ഒരു വിഷയം ദൈവം കാണിച്ചു. രണ്ടാമത് കാണിക്കുന്ന കയ്യിൽ ഒരു കുഞ്ഞിനെ ഇരിക്കുന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ ഇരിക്കുന്നു. പ്രാർത്ഥന വിഷയമാണോ എന്ന് എനിക്കറിയില്ല. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം എന്നെ കാണിച്ചു. ഒരു തലമുറ കയ്യിലിരിക്കുന്നു. പക്ഷെ ഇതുവരെയും ചെയ്യാത്തൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു വയല്, അല്ലെങ്കിൽ നമ്മള് അതിന്റെ ഒരു മറുഭാഗമാണ്. നവമിയെ കുറിച്ച് പറയുന്ന ഒരു മറുഭാഗത്തിലാണ് ഞാൻ പറയുന്നത്. അവൾ ബത്ലഹേം വിട്ടുപോയപ്പോൾ ഒന്നുമില്ലായിരുന്നു, പക്ഷെ ബത്ലഹേമിലോട്ട് അവൾ മടങ്ങി വന്നപ്പോൾ വീണ്ടും ഒരു ശുശ്രൂഷികയായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ തലത്തിൽ ഇറങ്ങിയപ്പോൾ അടിത്തട്ടിൽ കിടക്കുന്നു, അല്ലെങ്കിൽ പൊങ്ങി വന്നതുപോലെ, പുറത്തു വന്നതുപോലെ, പലർക്കും കുഴിച്ചു മൂടിയിരിക്കുന്നത്, നടക്കത്തില്ലെന്ന് ചില വിഷയങ്ങൾ, അത് പുറത്തു വന്നു വെറുക്കുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ടാണ്. അത് നമുക്ക് വേണ്ടി ശേഷിപ്പിച്ച നമ്മുടെ നവമിയെ കുറിച്ച് വേറെ ദുഃഖിതമായുള്ള ഭാഗം, ഞാൻ ആ ഭാഗമല്ല, ഒരു വ്യത്യസ്തമായ ഒരു ഭാഗം. അതുവരെയും താൻ മോവാബിൽ നിന്നപ്പോൾ മോവാബിൽ ഒരു ശുശ്രൂഷകയെ കൊണ്ടുവരുന്നവരെ അതിനെ മണ്ണിന്റെ അടിയിൽ വെച്ചു. പക്ഷേ നവമി ആ ദേശത്ത് വന്നപ്പോഴാണ് അത് പുറത്തു വരാനുള്ള വെമ്പൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു മൂടിപ്പെട്ട കടക്കന്റെ ചില വിഷയങ്ങളെ പുറപ്പെടുത്തി ഒരു ദൈവിക പ്രവൃത്തി, ചലനം വെപ്പിക്കുന്ന വിഷയം ദൈവം ദാസിയെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ദൈവത്തിന്റെ നിയോഗമുണ്ടെന്ന് പരിശോധിച്ചു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി താഴ്ചയിൽ ഇറങ്ങി പറയുന്നെങ്കിൽ പ്രാപിച്ചിട്ടുണ്ട് പലതും, പക്ഷെ അതിനെ വ്യാപാരം ചെയ്യാൻ അത്രത്തോളം പറ്റിയിട്ടില്ല. ദൈവാമ്മ പറയുന്നു, മൂടപ്പെട്ട ചില ശുശ്രൂഷകൾ, മൂടപ്പെട്ട ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ദിവസങ്ങൾ പുറപ്പെടുത്താൻ പോകുന്നെന്ന് പരിശുദ്ധമ്മ പറഞ്ഞു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി താൻ അവിടെ ഒന്നും ചെയ്യുമൊന്നും വേണ്ട, പക്ഷെ തന്റെ സ്പർശനങ്ങൾ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി. ഞാൻ ഇതുവരെ നവമിയെ കുറിച്ച് നമ്മൾ മറുഭാഗമാണ് ചിന്തിച്ചെങ്കിലും നോക്കണം, ദീർഘകാലം, വർഷങ്ങൾ അവിടെ വരവിന് വേണ്ടി അവിടെ കാൽച്ചോട്ടുകൾ വെച്ചപ്പോഴാണ് അതിന്മേൽ ചലനം. അത് റൂത്തിന്റെ മിടുക്കോ സാമർഥ്യമല്ല, അതൊരു വയലിൽ ഇറങ്ങിയ ഒരു വ്യക്തിയുടെ അല്ല, അതിന്റെ പുറകെ പ്രാർത്ഥിച്ച ഒരമ്മയുടെ പ്രാർത്ഥന ശുശ്രൂഷകന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് ദൈവം ആ ഒരു വില കൊടുക്കുന്ന അതിന്റെ ഫലം കാണാൻ പോകുന്നെന്ന് പരിശുദ്ധമ്മ പറയും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വേദിക്കാൻ എന്നോട് പറഞ്ഞു എന്തെങ്കിലും? ഇല്ല, പറഞ്ഞില്ല. ഞാന് പ്രാർത്ഥിച്ചപ്പോൾ അതേന എന്നിങ്ങനെ ഒരു വാക്ക് കേട്ട്, അതേന ഒരു 2-3 പ്രാവശ്യം. അപ്പൊ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ അതേനെ കുറിച്ച് പറയുന്നുണ്ട്.
അവിടെ നാം കാണുന്നത് 9-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഒരു വലിയ അത്ഭുത ശുശ്രൂഷയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അനേക ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനും കൂട്ടിനിന്ന് കഴിഞ്ഞ ദിവസം അങ്ങനെ ഓർപ്പിക്കാനിടയായി തീർന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടോന്ന് ചോദിച്ചു. ഒരു ജുണ്ട് ഒരു കൂട്ടത്തെ കൂട്ടി നിർത്തി അതിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞു. അത് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഓർപ്പിച്ചപ്പോൾ അതങ്ങനെ പറയാനിടയായി തീർന്നു. അങ്ങനെ നമ്മളിൽ നിന്ന് ജുണ്ടായിട്ട് തിരിഞ്ഞ് നമ്മുടെ ഈ മിനിസ്ട്രിയുടെ കെയറോഫിൽ തന്നെ അനേക ജുണ്ടുകളായിട്ട് തിരിഞ്ഞു. അല്പം ഒരു ശുശ്രൂഷയുടെ അതിന്റെ ഔട്ട്ലൈൻ നമുക്കറിയാവില്ല. ഒരു ശുശ്രൂഷയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്, ആരും നിനക്കൊരു ദോഷവും ചെയ്യുകയില്ല, അനേക ജനമുണ്ട് ഈ പട്ടണം. അതേനെ ഒരു 2-3 പ്രാവശ്യം എടുത്തു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒത്തിരി പഴയ ഓർമ്മകളിൽ നിന്നൊക്കെയാണ് ദൈവവചനം കാരണം എനിക്ക് വാക്യമത്സരത്തിൽ പോലും എന്നോട് വാക്യമത്സരം നിക്കത്തില്ലായിരുന്നു. ഒടുക്കം ഞാൻ തോറ്റു കൊടുക്കാന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു സ്റ്റേജിൽ കയറി ലാസ്റ്റ് ഞാൻ ഇറങ്ങിയത് ഓർക്കും. പിന്നെ ഞാൻ അങ്ങനെ വാക്യമത്സരം നിക്കത്തില്ല. അങ്ങനെ അറിയുന്നതാ. ഇപ്പൊ എനിക്ക് വാക്യമൊന്നും അറിയത്തില്ല. ഞാൻ തപ്പി കണ്ടുപിടിക്കുക ചെയ്തത്. എന്റെ പോരായ്മ തപ്പി കണ്ടുപിടിച്ചപ്പോഴാണ് എനിക്ക് എനിക്ക് അറിയാമെങ്കിൽ പോലും എവിടെയാണെന്നുള്ള അങ്ങനത്തെ അവസ്ഥയിലാണ്. അങ്ങനെ കൃപയാൽ സ്തോത്രം. അപ്പൊ ഇതാണ് ഇവിടെ കാണുന്നത്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യും, ഭയപ്പെടുത്തുകയില്ല. അപ്പോൾ അനേക ജുണ്ടുകളായിട്ട് ഒരു നേതൃത്വം നമുക്കറിയാമല്ലോ, ഒരു നേതൃത്വത്തിന്റെ ചുക്കാൻ പിടിക്കുവാൻ അതിധൈര്യമായിട്ട് മുൻപോട്ട് പോകുക. കർത്താവ് കൂടെയുണ്ട്. ഇത് 2-3 പ്രാവശ്യം ഇത് കേട്ടതിന് ശേഷമാണ് ഞാൻ അതേനെ തപ്പാൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. കേൾപ്പിച്ച ആലോചനയ്ക്ക് നമുക്കിന്ന് ജെസ്സി ടോംസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഭവനത്തെ ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. जैसे टॉमसी के लिए प्रार्थना करेंगे. कल एक बात कहा था, मेरे द्वारा भविष्यवाणी हुआ था, परमेश्वर ने मुझसे बातें किया, वही बात मैंने कहा. उनके परिवार में एक सदस्य को सुसाइडल स्पिरिट दौड़ कर, लेकिन तब मेरे मम्मी ने सुना नहीं था, सो गई थी. लेकिन ഇന്ന് രാത്രി മമ്മി പ്രാർത്ഥിച്ചപ്പോഴും ഒരു വ്യക്തിയെ ആ ഒരു സ്പിരിറ്റിനെ കാണിച്ചു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് മുഖമൊക്കെ കഴിയിട്ട് ഉറക്കമുള്ളവര് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും सभी लोग. शरण आंटी, करने ഇവിടെ ഉണ്ട്, गुड़ी आंटी, अगर आप लोग इस लाइन में नहीं है तो आप लोग लीव हो जाना, ठीक है? നമുക്ക് ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അയ്യോ, ശരണാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷുഗർ ലെവൽ 48 നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും हम सभी लोग प्रार्थना करेंगे. शरण आंटी का शुगर लेवल 48 में हो गया, बहुत लेवल कम हो गया. हम सब लोग प्रार्थना करेंगे, परमेश्वर ने बल और शक्ति दे. आमीन. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കാം. ഉടാമന ഹദരക എല്ലാവരും കരങ്ങളെ ആമേൻ ദൈവസനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ആമേൻ. हम सभी लोग प्रार्थना करेंगे कि वो अकेली आज रूम में है, परमेश्वर की कृपा उसके साथ रहने के लिए सब लोग प्रार्थना. തന്നെ ലെവൽ ആമേൻ എത്രയുമായെങ്കിലും കർത്താവ് തന്നെ മകളെ ബലപ്പെടുത്തട്ടെ, ആയുസ് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രബാല ഹദരഗദന റിബാല ബൗശംദന അധരഗദന ജൂഡം മൃഗംദന അംധന റിഗനം ജീബാലബ ശാംദന യേശുവിന്റെ നാമത്തില് ഉടബല റിഗദന ജൂഡബല ഹസ്തന സുവിനാശ്വരജമേ കർത്താവേ ശുദ്ധരാവ് കല്ലിലെ കരുണ ഭവനം പരിസരം അതിരുകളൊക്കെയും രക്തത്താലും വചനത്താൽ ആമേൻ അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. ഹല്ലേലൂയ. റെനു സാജനെ ഏൽപ്പിക്കുന്നു, ജിഷ ഏൽപ്പിക്കുന്നു, ബിന്ദു തോമസിനെ ഏൽപ്പിക്കുന്നു, ലീലാമെ ഏൽപ്പിച്ചു തരുന്നു, അരുൺ കുമാറിനെ ഏൽപ്പിക്കുന്നു, റോസമ്മ തപ്പ, ജെസ്സി ടോംസി ഏൽപ്പിക്കുന്നു, സ്വാതി ഏൽപ്പിക്കുന്നു, സജി മോഹനെ ഏൽപ്പിക്കുന്നു, പ്രേംവതി ഏൽപ്പിക്കുന്നു, നിർമ്മല ഏൽപ്പിച്ചു തരുന്നു, ചാർലി ഏൽപ്പിക്കുന്നു, കിരണിനെ ഏൽപ്പിക്കുന്നു, മഞ്ജുനെ ഏൽപ്പിക്കുന്നു, ഗുഡി ഹല്ലേലൂയ, കരുണ ഹല്ലേലൂയ,
രേഖ ഹല്ലേലൂയ ബിയോല സിസ്റ്റർ ദൈവ കരത്തിലേൽപ്പിക്കുന്ന നമ്മൾ ഷെറിൻ സുനിലിനെ ഏൽപ്പിക്കുന്ന ശരീരത്തിൽ ആമേൻ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തില് ഹദരഗദന റിഗബന റിഗമന ശന്ദന റിഗദന ഹസ്ത അദരന്ദന റിഗദന ചൂടാരഗദ ദൻവിഗനം ഭീവാരഗദ റീവ. കർത്താവേ, തന്റെ മകൾ ഒറ്റയ്ക്കാണ് ഈ സമയത്ത്. ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, തന്നെ ലെവൽ നോർമൽ റേഞ്ചിലോട്ട് വരട്ടെ. തനിക്ക് ആ നോർമൽ റേഞ്ചിലോട്ട് വരട്ടെ. ഓ റബാലഗ ധനം ധനാരികന ബല 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 ഭൗഷം റീവാരഗദ ദൻവിഗനം ചൂടാരഗദ ദൻവിഗനം റീബല ബല ബല പക്ഷം നാന അതരംദന റിഗദൻ ചൂടാരഗദ റീവാരഗദ റീബാരഗദ അംദാന റീബല ബല ബല പക്ഷം നാന ചൂടാത റീബാരഗദ സന്നിഗനം റീബല ബല ബല പക്ഷം നാന അതരംദന റിഗദന ചൂടാരഗദ റീബാരഗദം റീബല ബല ബല പക്ഷം നാന യേശുവിന്റെ നാമം ഞങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ അന്റെ ശരീരത്തിന്റെ ബലം ഹാലലിയ ആമൻ ബലം കൊടുക്കണം, ബലം കൊടുക്കണമേ. ഉടബാല റിഗദന ചൂടബാല ഹസ്തന റിഗദ റിഗദന റിഗബാല ബാല ബാല ബൗഷന്ദ ധന റിഗദന ചൂടാ രഗദ റീവ ശന്ദ സ്തന റിഗദന ചൂടാ രഗദ റീവ രഗദ. ശിവന്റെ നാമത് നോർമലായി വരട്ടെ. താനും ദൈവമായുള്ള ബന്ധപ്രകാരം എനിക്ക് ദൈവം നോർമലായി വരട്ടെ. എന്റെ ഷുഗർ ലെവൽ നോർമൽ ആകട്ടെ, പ്രഷർ നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ദാസിമേൽ വാക്തത്വമുണ്ട്. ആ വാക്തത്തിലേക്ക് ഓടണം. അതിന് വിരോധമായി ചലിക്കുന്ന സകല മണ്ഡലങ്ങളെ ദൈവ കരത്തിലേൽപ്പിക്കുന്നു. सब लोग प्रार्थना करेंगे. उठमन उनका लेवल शुगर लेवल नॉर्मल होने दो. अदरगदन रिबाल हस्तना अमदन रिगनन छुड़ा बला बलावा उडवला बला बला छम धरार गाला बलावा दरगदन रिगा बला 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 भौषम दन रिगന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷേമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓ വികാല ബാരകം ധനാരികനം ശം ധനാരികനം അതരഗദന രീബാരകം ധനാരികന ചുടബല ബല ബല ഭക്ഷംധനരികനസ്തന അതരഗദന രീബാലഗന്ധന അന്ധന അന്ധനാരികനം. യേശുവിന്റെ നാമത്തില് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തനിക്ക് ഹല്ലേലൂയ അത് സാക്ഷിയായി പറയുവാൻ തക്കവണ്ണ ദൈവം തന്റെ ശരീരത്തിൽ ബലം കൊടുക്കണമേ. ഉടമന റിഗമന ബലവ അന്ധന അതരഗ ധന റിഗ ലഭാഷധരഗദന അസ്തനന്ദനാരികനം ജീവാരഗന്ധനാരികനം ചൂടാ അതരഗതനരീവാലഗന്ധനാരികന. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിന് പാൻക്രൈസ് നോർമൽ വർക്ക് ആകട്ടെ. ഉടബല തനിക്ക് ബലം കൊടുക്കണമേ, തനിക്ക് ബലം കൊടുക്കണമേ. ഉടബലറഗതനരിക ബലഹസ്തനരിഗധന ചൂടാരഗത ധനരിഗ റീബാരഗത ദാരിഗത റീവ ശംദ അതരന്ദന റിഗത ചൂടാരഗത സ്തനരിഗതൻ റീബാരഗത ദൻ വിഗനം ചൂടാരഗത ദൻ വിഗനം ജീവല ബല ബല പക്ഷന്നാന യേശുവിന്റെ നാമം ഞങ്ങൾ ക്ഷേമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ തന്റെ ശരീരത്തിനോട് പോകുന്ന സകല ഷുഗർ ലെവലിന് ആമേ നോർമലാക്കാതെ വേണം. തന്റെ വാക്തത്തിനോട് വിരോധമായി ചലിക്കുന്ന സകല മണ്ഡലങ്ങളെ നസ്രണ യേശുവിന്റെ അധികാല നാമത്തില് ഷെറിൻ സുനിലിന്റെ ശരീരം വിട്ട് സുനിലിനെ ആശരാജ്യമേ കുടുംബജീവിത ശുശ്രൂഷമേ വാക്തത്വങ്ങളെ ഭവനം പരിസ അധിരികളെ വിട്ട് കരുണ വിട്ട് സാജനെ വിട്ട് ജിഷെ വിട്ട് ലീലാമ്മ വിട്ട് അരുൺകുമാറിനെ വിട്ട് തപ്പ ജെസ്സി ടോംസി വിട്ട് ആമെ സ്വാതിയെ വിട്ട് സജി മോഹനെ വിട്ട് പ്രേംബച്ചി വിട്ട് നിർമ്മല കുമാറിനെ വിട്ട് ചാർലിയെ വിട്ട് കിരണിനെ വിട്ട് മഞ്ജുനെ വിട്ട് ബിന്ദു തോമസിനെ വിട്ട് ഗുഡി കരുണ ഹല്ലേലൂയ ലേഖ ആവൈ കാല രാജമ്മ ബിയോല ക്രിസ്റ്റി ഷെറിൻ സുനിലിന്റെ ശരീരത്തിൽ നിന്ന് വേരോടെ എന്നേക്കുമാ എവിടെ ഓടുന്ന സകല അന്ധകാര ശക്തി വേരോടെ എന്നേക്കാൻ സുവൻകാൽപ്പിക്കുന്നു. വിടുതലായിക്കണം, അത്ഭുതം ചെയ്യണം യേശു ക്രിസ്തുനാമം തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഷർണാൻഡിയെ കഴിച്ചോ? നോക്കും തോറും കുറയുവാ. ആദ്യം ചോക്ലേറ്റ് കഴിച്ചിട്ട് പിന്നെ 2 ചോക്ലേറ്റ് കഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാത്രി സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അതിന് ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ 2 പേരെ ഹല്ലേലൂയ
ദാസനെ കർത്താവെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന ഭവനത്തെ പരിസരത്തെ കർത്താവെ നന്മകളെ ദൈവിക നന്മകളെ വാഗ്ദത്തങ്ങളെ കർത്താവെ ഹാലെ എല്ലാ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പേര് പേരായി കുടുംബങ്ങളായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കുടുംബമായ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ. അവരായിരിക്കുന്ന മേഖലകളിലായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവെ പ്രവർത്തന മേഖലകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കാലടികൾ ഒരുമിച്ച് ദൈവമേ അങ്ങയുടെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ദാസിയുടെ കർത്താവെ ദൈവമായുള്ള ബന്ധപ്രകാരം കർത്താവെ അങ്ങയുടെ ദാസിക്ക് വേണ്ടി പ്രവർത്തിച്ച ഭവനത്തിനുള്ളിൽ വിടുതലായിട്ട് മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കൂട്ടുദാസനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ 4 പേരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഈ രാത്രികാലം അടികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ യഹോവ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ ദാസിയുടെ കർത്താവെ ഹാലിലെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് മഴ അയക്കുമാറാകണം കർത്താവെ. അന്ധകാരത്തിന്റെ ശക്തി കർത്താവെ ദുഷ്ടാത്മസേനകൾ പ്രബലപ്പെടാതെ വണ്ണം കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ദൈവഭവനത്തിനകത്ത് കർത്താവെ അങ്ങയുടെ ദാസി ദൈവമായുള്ള ബന്ധപ്രകാരം കർത്താവെ ദൈവം അവിടുന്ന് വിടുതൽ അയക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് അരുളി ചെയ്തവനായ നസ്രനായ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ശബല ഘടകതി രാജക രഹസ്യ റിബൽകാല ഘടക ശന്തരാജാലകസ്യ അർദ്ധുര വേദക രാജകാരകാല ഘടക ശൈത രാജ റിബൽകാല ഘടകസ്യ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്നവനായ സ്വർഗത്തിലെ യഹോവ ഈ രാത്രികാലം കർത്താവേ ശബാല ഘടക ശന്തര ജാലക ഭവനത്തിനകത്ത് കർത്താവേ ഹാലലിയ മറഞ്ഞിരിക്കുന്ന ശകാല ഘടക ശന്തര ദീപൽക്കാര ഘടക ശബാരകസി രാജാലകശകാരകശി അബ്ദരാജാല റിബൽഖാരകദാരകദ രാജ കർത്താവെ മാറിഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തി ഇവ ശംബാരകൽക്കാര ഘടകധൂര രഹസ്യ കർത്താവെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന സകലവിധമായ ദുഷ്ടന്റെ പോരുകളെയും കർത്താവെ ഹാലലിയ പോരിന്റെ ആയുധങ്ങളെയും തകർത്ത കർത്താവെ ഹാലലിയ സ്തോത്രം. എന്റെ ദൈവം ജയമെടുത്തിരിക്കുന്ന കാൽവറി ക്രൂശിൽ കർത്താവെ ശത്രുവിന്റെ തലയെ തകർത്തവനായ സ്വർഗത്തിലെ ഹല്ലേലൂയ യേശുവേ നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന കർത്താവെ പുറകോട്ട് വലിക്കുന്ന ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിരാശകള് പ്രയാസങ്ങള് കർത്താവെ മാനസികമായ സമ്മർദ്ദങ്ങളെ ഇട്ടുകൊണ്ട് പോരാടുന്ന സകല ദുഷ്ടന്റെ പോരുകളിൽ നിന്നും ദൈവമേ അങ്ങയുടെ ദാസിയായുള്ള ബന്ധപ്രകാരം ദൈവമേ ഈ രാത്രികാലം അടിയങ്ങൾ കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദൈവം അവിടുന്ന് വിടുതൽ നൽകുമാറാകണം കർത്താവെ. എന്റെ ദൈവമേ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ കുടുംബമായും ദൈവസന്നിധിയിൽ കർത്താവെ അങ്ങയുടെ വയലിൽ അധ്വാനിപ്പാൻ ദൈവമേ വേണ്ടുന്ന സകല ശക്തിയും ദൈവകൃപയും കർത്താവെ ദൈവോടൊന്ന് പകരണം. കുഞ്ഞുങ്ങളെ 4 പേരെയും കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ പഠനകാര്യങ്ങളിൽ അവരുടെ കർത്താവെ ഹാലലി ആത്മീക ഭൗതിക ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വരണം കർത്താവെ. ഒരു ദുഷ്ടനും നോട്ടം വെപ്പാൻ അനുവദിക്കരുത്. അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവർത്തന മേഖലകളെ ഓർക്കുന്ന ദൈവമേ ഒരു ദുഷ്ടനും ഒരു നോട്ടം വെക്കാൻ അനുവദിക്കാതെ വണ്ണം രക്തവളപ്പിനുള്ളിൽ വറച്ചുകൊള്ളുമാറാകണമേ. ഹാലലിയ കർത്താവിനോട് ഇടപെടുന്ന ജനങ്ങൾ കർത്താവെ അവരിടപെടുന്നവരെല്ലാം കർത്താവെ ദൈവാത്മാനാൽ നിയന്ത്രിക്കപ്പെട്ടവരാക്കി തീർക്കുമാറാക്കണം കർത്താവെ. ദൈവഹിതമില്ലാത്തത് യാതൊന്നും ഭവനത്തിനകത്ത് നടക്കുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഈ രാത്രികാലം കർത്താവെ ഹാലലിയ ശംഭാരഘടകസ്യാരവൽഖാരക ശന്തരാജാലകസ്യാരവശപരഘടക ഹാലലിയ സമാധാനത്തോടെ കിടന്നിറങ്ങുവാൻ ദൈവം ഇടയാക്കണം കർത്താവെ. ഒരു വിടുതൽ പ്രാപിച്ച് ദേഹമേരിക ശംഭഭാരഘടകഘടകതിര ജലകസി അന്തരൽ ഘടാലക
ഘടകസ്യ ദൈവമേ, ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവെ ദൈവം വരും ദിവസങ്ങളിൽ ഇടയാക്കണം. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് അരുളി ചെയ്തനായ കർത്താവെ സ്തോത്രം. എതിരായി വരുന്ന യാതൊരായുധവും ഫലിക്കാത്തവണ്ണം സകല ദുഷ്ടന്റെ കർത്താവെ, ഹാലേലൂയ കർത്താവെ, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന കർത്താവെ, സകല കർത്താവെ ദുഷ്പ്രവർത്തികളെയും ദൈവം അവിടുന്ന് ഹാലേലൂയ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ നിർമൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം എല്ലാ വിശ്വാസന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അതിനെ താഴ്ത്തുന്ന സകലവും ഞങ്ങൾക്കായി ജീവിച്ച യേശുനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ തോന്നി ഇത്രമല്ലടമേ സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷർനാൻജി ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ആന്റിയുടെ കഴിഞ്ഞ ദിവസം കൂട്ടുകാരിയുടെ മോന്റെ ഫോട്ടോ ഉണ്ടോ മരിച്ചുപോയ? ഒന്ന് ഇതുപോലത്തെ ഉള്ള ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിനകത്തൊന്നും ഗ്രൂപ്പിനോട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അതിന്റെ ഫേസ് കട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റേനകത്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. अपने से जुड़ा हुआ मैंने एक लड़का को मरा हुआ देखा. ഇതുപോലെ ഈ ഫേസ് കട്ടുള്ള ഒരു നമ്മളോട് റിലേറ്റഡ് ആയിരിക്കുന്നതാണ്. ആളിങ്ങനെ കിടക്കുന്നു. ഇരുനിറ, കറുപ്പല്ല എന്നാ വെളുപ്പുമല്ല. എനിക്കൊന്ന് ഷെർനാൻഡി ഷെയർ ചെയ്യും. വയ്യാതിരിക്കാണ്, നോക്കട്ടെ. ഇതിന്റെ സ്ക്രീനാണോ വൃത്തിക്കുന്നത്? ഇതാണോ സ്ക്രീൻ? നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണെന്നാണ് ദൈവാത്മ എന്നെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ आप लोग का कोई नहीं होगा, लेकिन आप लोग से रिलेटेड है. वो वैसा फेस कट है. वो इंसान तो मरा हुआ फोटो है. अगर അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഉണ്ട്. കണ്ടോ എല്ലാരും? ऐसा कुछ നിങ്ങളുടെ സിമിലർ ആരെങ്കിലും ഭവനത്തിൽ ആരെങ്കിലും ഉണ്ടോ? ചെറുപ്പക്കാരനാ. കൂടുതൽ വന്ന 24 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിനകത്തുള്ളിലുള്ള. എന്റെ ബ്രദറിന്റെ 2 മക്കളിൽ ഇളയവനെ കണ്ട ഏകദേശം ഇച്ചിരി ദൂരമുണ്ട്. മൂത്തത് വെളുത്തതാ, ഇളയനെ കണ്ട ഇരുനിറം കറുപ്പാ. കറുത്താന്ന് പറയാ, കാലാ നീ है, लेकिन क्या बोलते हैं ना वो काला है ना गोरा है, एक मध्य भाग. അവൻ ഇച്ചിരി കറുത്തതാ, പക്ഷെ തലമുടിയൊക്കെ നല്ലവണ്ണം ഉണ്ട് അവന്. അതൊന്നും എനിക്ക് അല്ല. പക്ഷേ ദൈവമ്മ എന്നെ കാണിച്ചു, ഇതുപോലുള്ള പ്രായമുള്ള ചെറുക്കൻ പെട്ടെന്ന് മരിക്കുന്നു. ജെസ്സി ടോംസ് സിസ്റ്റർ നമ്മൾ ഇന്നലെ സംസാരിച്ച് ആ ചെറുക്കൻ ഈ രൂപമാണോ? യെസ്. ആ വിഷയം എന്നെയും കാണിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെ ഒരു വിഷയം നടക്കുന്നു. എനിക്കറിയില്ല ആ ചെറുക്കനാണ്. പക്ഷെ പെട്ടെന്ന് ജെസ്സി ടോംസിനോട് ഞാൻ എടുത്ത് ചോദിച്ചത്, ഞാന് അല്ല, കാരണം കുടുംബം എന്ന് പറഞ്ഞപ്പോ ഞാൻ കുടുംബത്തിലെ നോക്കിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ സിസ്റ്റർ ചോദിച്ചപ്പോഴാണ് യെസ് അതന്നെയാ, ആ സൈസ് തന്നെയാ. കാരണം എന്നെയും കാണിച്ചിട്ടുണ്ട്. എന്നോട് ദൈവം അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് മുഖാന്തരം പലരും 5 പേര് ഡിപ്രഷനിൽ പോകും. അവരെത്ര പേരാ ഉള്ളത്?
അവര് രണ്ട്. അതിൽ ഒന്നാണോ പോയത്? മീൻസ് ഓൾറെഡി ഡൈവേഴ്സ് ആണ്. പിന്നെ മൂത്ത മോൻ ആത്മഹത്യ ചെയ്തു. ഇനി രണ്ട് പിള്ളേരുണ്ടോ? ഇനി ഇല്ല ഇനി ഇല്ല, അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? 20 മീൻസ് എന്റെ മോളെക്കാളും 1-2 വയസ്സ് മൂത്തതായിരിക്കും. മീൻസ് 21, 22, 23. അത് 25 വയസ്സിനുള്ളിൽ തന്നെ. എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മനസ്സിലായി. ഇപ്പൊ ജെസ്സി ടോംസോട് മാത്രമല്ല, നമ്മളോട് ആരെങ്കിലും റിലേറ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവഗീതം അല്ലെങ്കിൽ ऐसा प्रार्थना करें कि प्रभु का ना इच्छा होने से किसी का भी जान लेवा नहीं होना है. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവാത്മ പറയുന്നു. എന്റെ ഇളയ മോന്റെ കൂട്ടുകാരൻ ഈ ഒരു ചായ ഉണ്ട്, ഏകദേശം ഇതേപോലെ തന്നെ. പക്ഷെ ഈ കുഞ്ഞ് മരിക്കുന്ന ഒരു പെൺ മുഖാന്തരമാണ്. വലിയ വിഷയം, അത് വലിയൊരു വിഷയമാണെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു. പറഞ്ഞോ സ്റ്റാൻലി ആന്റി, പറഞ്ഞോ. ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു ദൈവാത്മാവ് ഇങ്ങനെ ഒരു ചില മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുമെന്ന് ഒരു ഇതുണ്ടായി. മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കാം, മരിക്കുന്നവര് പോകട്ടെ, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ല ആർക്കും അങ്ങനെ ഡിപ്രഷൻ ഒന്നും ആകല്ലേ. കിസിക്കോ ഡിപ്രഷൻ नहीं होना चाहिए. അരുൺ പാസ്റ്റർ आपने कुछ देखा? പറഞ്ഞു. ഞാൻ കണ്ട ഒരു ഇത് ജെസ്സി ടോംസിന്റെ മോള്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാൽ ആ ഒരു അങ്ങനെയാണ് എനിക്ക്. ജെസ്സി ടോംസിന്റെ മോള് അത് ബ്രിജിറ്റ് ആന്റിയുടെ അല്ല, ജെസ്സിന്റെ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ തല ചുറ്റിയൊക്കെ ഇങ്ങനെ വീഴത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വീണ ഇങ്ങനെ ഒരു സോഫ ഇങ്ങനെ ഇരിക്കുന്നിടത്തോട്ട് ഇങ്ങനെ വീഴുന്ന പോലെ ഒരു ഇത് കണ്ട്. എന്തായാലും ഈ വിഷയം ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവകരത്തിൽ ഏൽപ്പിക്കാം. ഷർണാന്റി കേറുണ്ട്. കേറി വരുന്നുണ്ട്. അതിന്റെ ഒരു മെന്റലി അതുകൊണ്ടൊരു ഇതുണ്ട്, പക്ഷെ അങ്ങോട്ട് കേറി വരുന്നേ ഉള്ളൂ. ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ ഈ സ്റ്റെന്റ് ഇട്ടേക്കുന്നോണ്ട് പിന്നെ നിനക്കൊരു 150 ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതുപോലെ കുറഞ്ഞു പോകരുതെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ. ജെറി ഇപ്പൊ വരും. കേറി വരുന്നുണ്ട്. മീൻസ് ഇത് മുകളിലോട്ട് കേറി വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും സ്പീഡിലല്ലെങ്കിലും മുകളിലോട്ട് കയറി. മുമ്പേ നോക്കും തോറും താഴോട്ട് പോകുമായിരുന്നു. അതെനിക്ക് 58 അങ്ങ് പെട്ടെന്ന് 43 പോകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും അത് കേറി വരുന്നുണ്ട്. 66 അങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. നല്ല നേഴ്സുമാരുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് വിടാം. സ്വാതിയും ജിഷയും പ്രാർത്ഥിക്കാം. आंटी हर 2 घंटे में आंटी कुछ खाते रहना, वो पानी में शुगर डाल के पियेंगे तो जल्दी असर होगा. हर 2 घंटे में. ഇപ്പൊ എന്റെ ടെൻഷന് ഇതങ്ങ് ഭയങ്കരമായിട്ട് കൂടുക എന്നാണ്. കാരണം കുറെ ചോക്ലേറ്റും കുറെ തേനെല്ലാം കഴിച്ചു, ഷുഗറും കഴിച്ചു. ഇനിയിപ്പം കഴിച്ചിട്ടില്ല, 400 കയറി. അത് ഭയങ്കര ഡേഞ്ചറസ്. शुगर हाई रहेगा तो चलेगा, वो मेंटेन करेंगे. कम होगा तो ज्यादा प्रॉब्लम होगा आंटी. मेंटली बहुत ड्राउजी हो കട്ടൻ जाएंगे, കാപ്പി थोड़ा ഒരു സൈഡ് ज्यादा വെക്കുക, प्रॉब्लम. മധുരം ഇല്ലാത്തത്. അത് കുടിക്കുമ്പം ഡൗൺ ആവും. കൂടിയാലും 2 മണിക്കൂർ കൊണ്ട് പീക്ക് കൂടി വെച്ച് കുറയും. ഒരു ആഫ്റ്റർ 2 hours ചെക്ക് ചെയ്താൽ പ്രോപ്പർ ആയിട്ട് അറിയാം. അതെ, ഓക്കെ. കേറുന്നുണ്ട്. അതിന്റെ ഒരു ആശ്വാസം മെന്റലി എനിക്കുണ്ട്. मास्टर जी, जैसे टर्म्स सिस्टर के लिए थोड़ा प्रेयर करो. जैसे सिस्टर
റൂമിനകത്തോട്ട് എങ്ങനെ കയറ്റുന്നത്? എന്തുവാ ബ്രേക്ക്ഔട്ട് റൂമിനകത്ത് അത് സിസ്റ്ററിനെ പറ്റുള്ളായിരിക്കും. ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് പ്രസ് ചെയ്യുമ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എനിക്ക് കാണാൻ പറ്റത്തില്ല അത്. प्रार्थना कीजिए पास्टर जी। हालेलुया, प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड। जैसे सिस्टर उनके परिवार के लिए प्रार्थना करना। जैसे सिस्टर के लिए प्रार्थना कीजिए। ठीक, ओके, हालेलुया, प्रेज़ द लॉर्ड, प्रेज़ द लॉर्ड। पिताजी आपका धन्यवाद करते हैं, आपके नाम की स्तुति करते हैं। एक बार फिर से आपने सुंदर अवसर दिया थोड़ी देर आपके सम्मुख बैठने के लिए, हम आपका धन्यवाद करते हैं। पिताजी इस समय हम जैसे सिस्टर के लिए प्रार्थना करते हैं, पिताजी उनको आपके हाथों में देते हैं। प्रभु यीशु मसीह आपने आशीष दीजिए, आपकी जो योजना उनके जीवन में है पिताजी उन्हें आशीष देना पिताजी, और उनके जीवन में किसी भी प्रकार की कोई हानि ना होने पाए पिताजी, हम प्रार्थना करते हैं। जो आपकी योजना उनके जीवन के लिए है वे हानि की नहीं लाभ की है, और अंत में आप उनकी आशा को पूरी करेंगे पिताजी, हम विश्वास करते हैं। उन्हें आशीष दे पिताजी, और उनको अपने पवित्र लहू में छुपा कर जैसे अब तक आपने उन्हें संभाला है, अब तक आपने उन्हें चलाया है, शक्ति और बल दिया है पिता, आगे भी उन्हें वैसे ही अपनी सामर्थ्य में, शक्ति में, कृपा में बढ़ाना पिताजी, हम प्रार्थना करते हैं। और उन्हें के जीवन से, उनके जीवन के द्वारा, इस सेवकाई के द्वारा आपके ही नाम को महिमा मिले, आपका ही नाम उनके जीवन से ऊंचा होने पाए पिताजी, हम प्रार्थना करते हैं। और हर प्रकार की बुरी बात, अंधकार की शक्ति सब उनके जीवन से दूर होने के लिए हम प्रार्थना करते हैं। तो वो आपकी उपस्थिति उनके साथ है, तो उनके जीवन में हमेशा ही आपकी उपस्थिति के द्वारा आशीष बनी रहेगी पिताजी, कि आप उनके साथ हैं, एक ढाल की तरह, एक परमेश्वर कवच की तरह आप उनके साथ है। इसके लिए हम आपकी स्तुति करते हैं, आगे भी उन्हें सहायता कर, आपका ही नाम उनके जीवन से महिमा पाए। तो वो यीशु मसीह के लिए आपके नाम से हम प्रार्थना मांगते हैं, आमीन। कुछ परमेश्वर ने बताया आपको? दीदी इस समय तो नहीं बताया, लेकिन एक पौधे को जड़ से उखड़ता हुआ देखा। അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടോ? മനസ്സിലായില്ല. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പക്ഷെ നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു മരണം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ യുപിയില് കിണറുണ്ടോ? ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു പെണ്ണിനെ ഇല്ല, അവിടെ എവിടെ ഇല്ല. അവിടെ ഇനി മീൻസ് സിസ്റ്ററെ, ഇവരൊക്കെ ഗ്രാമങ്ങളിലുള്ളവരാണ്. ഞാൻ പറഞ്ഞ ടീമുകള് അത് ഗ്രാമങ്ങളിലുള്ളവരാണ്. അത് അവിടെ എനിക്കറിയത്തില്ല. ഞങ്ങളെ ആ ഭാഗത്തില്ല. മലയാളിയാണോ? അല്ല അല്ല അല്ല. ദൈവകരത്തിൽ ഏൽപ്പിക്കാം. ഞാൻ ഇതിനകത്ത് ഇറങ്ങി പ്രാർത്ഥിക്കാം. നമുക്ക് വേറെ പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ ലീലാമേന്റെ യാത്രയല്ലേ? ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണേ, അതൊന്ന് ചേഞ്ച് ആയി. ഞാനത് പറയാമെന്ന് കരുതിയിരുന്നു. തിങ്കളാഴ്ച നാളെയാണെന്ന് കരുതി ഞങ്ങൾ ഒരുക്കുമായിരുന്നു. കുറച്ചു മുമ്പെയാണ് ടിക്കറ്റ് ഒന്ന്. ഞാനത് പറയണം പിന്നെ കഴിഞ്ഞിട്ട് എന്ന് കരുതിയായിരിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് സ്വാതി ഓർത്ത് പ്രാർത്ഥിക്കാം, അക്സയെ ഓർത്ത് പ്രാർത്ഥിക്കാം, മഞ്ജുനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. വേഗം പ്രാർത്ഥിക്കാം. प्रेमवती आंटी, मंजू के लिए प्रार्थना करना है। स्वाति और अक्सा, शीना, ये तीनों को नौकरी चाहिए, और मंजू को थोड़ा फैमिली का इश्यूज है, उसके लिए प्रार्थना कीजिए। प्रार्थना। मंजू के लिए और स्वाति, अक्सा आज जुड़े नहीं है, वे दोनों का वीसा खत्म होकर हो जाए, मतलब नौकरी नहीं मिला। अपना सजी है, मोहन आंटी को भी वीसा का प्रॉब्लम है। ये तीनों को वीसा जल्दी जल्दी रुकने के लिए उनको एक नई विषय की जरूरत है, काम मिलना चाहिए, उस बात के लिए प्रार्थना कीजिए। और मंजू का फैमिली प्रॉब्लम।
हालेलुया 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 हालेलुया। धन्यवाद 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 करते हैं मेरे खुदावंद। हालेलुया। ओ रीबा शिखे रेबे खरबालबा शबारबालबा। जीसस हालेलुया हालेलुया हालेलुया। पिता हम आपकी उपस्थिति में आते हैं मेरे खुदावंद। हालेलुया। ओ रीबा शिखे रेबे खरबालबा शबारबालबा। पिता हम मंजू सिस्टर को, स्वाति सिस्टर को, जी मोहन सिस्टर को, और पिता और भी जो जितने भी सिस्टर का नाम लिया गया मेरे पिता यीशुए, उन सभी को हम आपकी उपस्थिति में देते हैं मेरे खुदावंद। हालेलुया। पिता आपकी इच्छा उनके जीवन में पूरी होने के लिए हम आपसे सहायता और मदद मांगते हैं मेरे खुदावंद। हालेलुया। ओ रिबा शिखे रेबे खरा वाला। पिता आप इनके जीवन में काम करें मेरे खुदावंद। हालेलुया। ओ जीसस हालेलुया। पिता आप उनकी जरूरतों को जानते हैं मेरे खुदावंद। हालेलुया। आप उनकी जरूरतों को जानते हैं मेरे पिता। हालेलुया हालेलुया हालेलुया। पिता आप तो मन और हृदय को जांचने वाला परमेश्वर है। आप मन और हृदय को जांचने वाला परमेश्वर है। पिता एक एक की इच्छा को पूरा करने में आप सामर्थ्य है मेरे खुदावंद। हालेलुया। ओ पिता हम आपके दुहाई देते हैं मेरे खुदावंद। हालेलुया। पिता आप इन बहनों को संभाले मेरे खुदावंद। हालेलुया। ओ रीबा शिखे रेबे खराबा लबा शबा। जीसस हालेलुया हालेलुया हालेलुया। ओ रीबा शिंखले बे खराबा लबा शबा रबा लबा। पिता आपने पिता आपने उनकी हर एक बातों को सुना है यीशुए। आपने उनकी प्रार्थनाओं को सुना है यीशुए। ओ पिता आप उनके जीवन में काम कर रहे हैं, उसके लिए धन्यवाद करते हैं। एक एक सिस्टर को आपके हाथों में समर्पित करते हैं यीशुए। ओ रिबा शिखे रेबे खरबा लबा शबा रबा लबा। जीसस हालेलुया जीसस हालेलुया जीसस हालेलुया। पिता अपना स्वर्ग से हाथ बढ़ा। ओ पिता उनके लिए तू आशीष दे, उनको तू आशीष बरसा मेरे खुदावंद। हालेलुया। ओ रिबा शिंखले वे खरबा लबा शबा रबा लबा। जीसस हालेलुया जीसस हालेलुया। पिता इन सब की आपने प्रार्थनाओं को सुना है मेरे पिता, सुनकर कबूल किया है और पूरा किया है, उन्हें उत्तर दे दिया है मेरे खुदावंद। हालेलुया। उसके लिए हम धन्यवाद करते हैं। सारा आदर महिमा आपको देते हैं, यीशु मसीह के नाम से मांग लेते हैं। सुन और कबूल कर मेरे पिता। आमीन 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 आमीन। परमेश्वर हमारी കയറി വരുന്നുണ്ട്. 66 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി കഴിയുമ്പോൾ അതിന് കൂടി വരുന്ന അറിയാം നമുക്ക്. നമ്മുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാൻ സ്തോത്രം. ആന്റി ചാർലി സിസ്റ്റർ ഹന്നയ്ക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം, ഇവിടെ നിർത്താം. हम प्रार्थിച്ച് हम स्टॉप करेंगे. ओके कुछ लिखा है प्रेमवती आंटी? स्वर्गीय पिता हम आपके चरणों में आए प्रभु जी, आपने दिया हुआ हर एक भविष्यवाणियों को आपके हाथों हम स्वीकार कर रहे प्रभु जी। हम विश्वास करते हैं कि हमारी जिंदगी में परमेश्वर जल्दी उसमें से परमेश्वर खाली आपकी वाचा हमारे जीवन में परिपूर्ण होगा करके हम अपने आप को समर्पित कर। एक हफ्ता हमें संभाला, नए दिन में प्रवेश करने के लिए प्रभु सहायता करके दिया प्रभु। आपकी करुणा, आपकी दया, आपकी सामर्थ हमारे साथ रहा, धन्यवाद करते। हमें जो भी समस्या को बताया वो दिक्कत के लिए कारण ना बने परमेश्वर, उन्हें बचाने के लिए प्रभु सहायता कर परमेश्वर। आपका इच्छा ना होने से किसी को भी दिक्कत ना लाए, अगर आपकी इच्छा है वो आपके हाथों में दे रही प्रभु जी। सभी आदर महिमा आपके हाथों में रेणु साजन आंटी को आपके हाथ में रखती प्रभु जी। उनके परिवार की, उनकी जो भी समस्या है परमेश्वर बचाने की, हर एक बातों को परमेश्वर, हर एक बातों को छूना परमेश्वर, उस बातों को सही सलामत उत्तर दिया, इसलिए धन्यवाद करती हूँ। इस समय खाली जो भी जुड़े हैं सभी को, जैसे टॉमसी को आपके हाथों में रखती हूँ। अक्सर आमीन आमीन। उसी प्रकार खाले ले स्वाति को और खाले लिया, उसी प्रकार खाले लिया परमेश्वर आपके हाथों में प्रिय। हालेलुया आमीन हालेलुया आमीन। हन्ना को आपके हाथों में रखती प्रभु जी, उन्हें भी संभाल कर रखने के लिए। सजी आंटी को आपके हाथों में रखते प्रभु जी, उनके भी हर एक विषय को परमेश्वर आमीन उत्तर दिया करे।
आमीन। अरुण पास्टर परिवार को, मंजू को आपके हाथों में रखते प्रभु जी। आमीन। खाली बिंदु थॉमस को आपके हाथों में, प्रेमवती सिस्टर को आपके हाथों में रखते प्रभु जी। आंटी को आपने, रोज समर्थपा आंटी को रखती प्रभु जी। करुणा को, गुडी आंटी, हालेलुया, रेखा, आमीन, राजम्मा, आमीन, ब्यूला, क्रिस्टी, आमीन, आमीन, सभी को, निर्मला आंटी आपको हाथों में रखते प्रभु जी। हालेलुया, सभी को आदर महिमा, लीला आंटी को आपके हाथों में रखते प्रभु जी। आमीन। शरण सुनील, हमें आपके हाथ, आंटी को हाथों में रखते प्रभु जी। प्रभु जी 40 सिस्टर के आपके हाथों में रखते प्रभु जी। इन्हें सभी को संभालना, हमारे परिवार एक न्यू होप इन क्राइस्ट इंटरनेशनल मिनिस्ट्री के, हमें परिवार के सदस्य एक भी कम ना हो, सभी को सही सलामत रखे। सभी आदर महिमा आपके हाथों में रखते हो। कल सवेरे की आराधना आशीष के कारण होना प्रभु जी, अनेक लोगों को, देश को, खाने लिए हमारे राज्य को आमिर चुका बड़े बहुत आय रूप से आनंदित होने के लिए सभी आदर महिमा आपके हाथों में रखते। प्रार्थना को सुनना, ग्रहण करना, यीशु मसीह के नाम से सुनकर ग्रहण कीजिए। आमीन, 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 आमीन। प्रेज़ द लॉर्ड। परमेश्वर आप सभी को आशीष करे। गॉड ब्लेस यू। मारानाथा।